മധ്യപൂർവേഷ്യയുടെ ആകാശത്ത് മിസൈലുകൾ പറക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരു നിഴൽ യുദ്ധം ഭൂമിക്കടിയിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഇറാന്റെ IRGC ചരിത്രപരമായ ആ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ ഇസ്രായേൽ വിരിച്ച വലയിൽ അവർ തന്നെ വീഴുന്ന കാഴ്ച. അതിർത്തികൾ കടന്ന് രഹസ്യമായി ഒഴുകിയ തോക്കുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, ഇതിന് പിന്നിലെ സൂത്രധാരന്മാരായ 20 പേരെയും ഇറാൻ ഇരുമ്പഴിക്ക് പിന്നിലാക്കി. 5 വലിയ ആയുധ വെടിക്കോപ്പ് കള്ളക്കടത്ത് ശൃംഖലകളെയാണ് ഒരൊറ്റ നീക്കത്തിലൂടെ IRGC തകർത്തത്. യുദ്ധം വെറും വിമാനങ്ങൾ കൊണ്ടല്ല, ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടാണെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മെയ് 12 പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം രാജ്യത്തിനകത്ത് കലാപവും ഭീകരാക്രമണങ്ങളും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട 5 തീവ്രവാദ സെല്ലുകളെയാണ് ഇറാൻ തകർത്തത്. 50ലധികം തോക്കുകൾ, 70 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, 2000 വെടിയുണ്ടകൾ എന്നിവയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യത്തെ അകത്തുനിന്ന് കത്തിക്കാനുള്ള ഗൂഢാലോചന തകർത്ത ചരിത്ര നീക്കം എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പഴയ പരാമർശങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. ഞങ്ങൾ തോക്കുകൾ അയച്ചു, ധാരാളം തോക്കുകൾ എന്ന ട്രംപിന്റെ വാക്കുകൾ ഇപ്പോൾ ഇറാനിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇറാന്റെ ആഭ്യന്തര കലാപങ്ങൾ ജനകീയ പ്രതിഷേധങ്ങൾ മാത്രമല്ല, വിദേശ ഇടപെടലുകൾ കൂടിയാണെന്ന് തെളിയിക്കാൻ ടെഹ്റാൻ ഈ വാക്കുകൾ ഉയർത്തിക്കാട്ടുന്നു. 1979 വിപ്ലവത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. സാമ്പത്തിക ഉപരോധങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും പുറമെ ഇപ്പോൾ ആയുധക്കടത്തിലൂടെയും ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇറാന്റെ വാദം. ഏപ്രിൽ 8 വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും സമുദ്ര ഉപരോധങ്ങളിലൂടെയും മറ്റും അമേരിക്ക അപ്രഖ്യാപിത യുദ്ധം തുടരുകയാണെന്ന് അവർ ആരോപിക്കുന്നു. ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ പണി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന് പകരത്തിന് പകരം എന്നത് ഒരു സ്വാഭാവിക നിയമം മാത്രമാണ്. ഈ നീക്കത്തിന് ഇസ്രായേൽ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? ഏത് വൻശക്തികളൊന്നിച്ചാലും അന്തിമ വിജയം സത്യത്തിന്റെ പക്ഷത്തായിരിക്കും. പശ്ചിമേഷ്യയിലെ ഇത്തരം സുപ്രധാന നീക്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് ടാഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.